അസ്സലാമലൈക്കും എന്നുള്ള ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഞാനുണ്ടല്ലോ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് എന്നെ ഇങ്ങനെ ആകർഷിക്കാറുണ്ട് ഈ പൂക്കൾ കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാറുണ്ടെങ്കിലും കൂടെ ഞാൻ ഇതുവരെ അവൾ വീട്ടിൽ കയറിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കുക. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കണ്ട് കൊതിപ്പിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഞാനത് അവരോട് ചോദിച്ചു വീഡിയോ എടുത്തോട്ടെന്ന് വെച്ചപ്പോൾ അവർക്ക് 100 വട്ടം സമ്മതം കേട്ടോ. ആകെ ഒരു കണ്ടീഷൻ പറഞ്ഞത് അവരെ ഫേസ് ഒന്നും ഇതിൽ കാണിക്കേണ്ടതെന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത്ര അധികം പൂക്കളാണ് കേട്ടോ. ഒരു ചെടി തന്നെ 100-ലേറെ പൂക്കൾ. നമ്മളിത് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ലേല കാണാതെ പൂക്കളിടുക, അതുപോലെ എന്താ പറയുക ചെടി ഭ്രാന്ത് പിടിച്ച പോലെ പൂക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു ചെടി തന്നെ ഒരു 100-ലേറെ പൂക്കളുണ്ട്. നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ എണ്ണി നോക്കിക്കോ കേട്ടോ. അത്ര അധികം പൂക്കളാണ്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സീക്രട്ടും വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. ആരും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ടൊന്നും കേൾക്കാനും കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത്ര അധികം പൂക്കൾ നിങ്ങൾ അടിയനത്തിന് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ അവരുടെ വീട്ടിൽ, കുറച്ചൊക്കെ തന്നെയുള്ളൂ. പക്ഷേ ഉള്ള പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആൻഡ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണാം കേട്ടോ. ഈ ഒരു ഏരിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെ ഗപ്പിക്കോളത്തിൻ്റെ അവർ സെറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ 10 മണീസൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ പോയ നേരം എന്ന് പറയുന്നത് ഉച്ച നേരം ആയതുകൊണ്ട് ഒരുപാട് 10 മണി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വളരീതി എന്ന് പറയുന്നത് പ്രൂണിങ്ങിന് ശേഷം അടീനിയം നമ്മൾ സാഫൊക്കെ പരട്ടി കൊടുത്തതിന് ശേഷമായിട്ട് ഇവരാദ്യം എല്ലുപൊടി ഇട്ട് കൊടുക്കും. എല്ലുപൊടിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇലയൊക്കെ വരാറായി തുടങ്ങുന്ന സമയത്ത് വേപ്പും പിണ്ണാക്കും എല്ലുപൊടി പച്ചച്ചാണകമൊക്കെ ലയിപ്പിച്ചിട്ട് അതിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് ഒരു 3-4 ദിവസം വെച്ചതിന് ശേഷം അരിച്ചിട്ട് അവരത് ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഇത് മുട്ടൊക്കെ വരാറായി തുടങ്ങുന്ന സമയത്ത് പഴത്തൊലി വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. എന്നിട്ട് അത് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കും. അതാണ് ഇവരുടെ രീതി കേട്ടോ. അപ്പോൾ ഇതാണ് പറയുന്നത്. നമ്മൾ വളങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഏത് വളം ചെയ്യുമ്പോഴും സ്റ്റെപ്പായിട്ട് ചെയ്യണം കേട്ടോ. ആദ്യം കൊടുക്കണത് ലാസ്റ്റ് കൊടുക്കണത് ഫസ്റ്റ് ഒന്നും കൊടുക്കരുത്. ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് ആരെ വീടെന്ന് പറയാൻ പറ്റും, ഇത് നമ്മളെ ചൂലൂരുള്ള സീൻതായുടെ വീടാണ് കേട്ടോ. ഓക്കേ.